സമീപകാലത്ത് മലയാളിയുടെ കൺമുന്നിൽ തകർന്നുപോയത് എത്രയോ കുടുംബങ്ങളാണ്. ജൻസിയുടെയും ജനറേഷൻ ആൽഫയുടെയും സംഹാര താണ്ഡവത്തിൽ തകർന്നു തരിപ്പണമായി പോയ കുടുംബങ്ങൾ, ഉമ്മ ജീവിതങ്ങൾക്ക് കാരണമാരാണ്. ഈ സമൂഹത്തിനെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ പുതിയ കാലത്ത് ഉമ്മമാരും ഉപ്പമാരും നിർവഹിക്കേണ്ട ദൗത്യങ്ങൾ മറന്നുപോയിട്ടുണ്ടോ? കുഞ്ഞുകുട്ടി പോലും ഇൻഫർമേഷൻ ഓവർലോഡായ ഈ പുതിയ കാലത്ത് ഒരു ഉമ്മ നിർവഹിക്കേണ്ട ദൗത്യങ്ങൾ എന്താണ്? വിശദമായി ചർച്ച ചെയ്യാം. വെൽക്കം ടു സബാൻ അൺസ്ക്രിപ്റ്റഡ്. സമീപകാലത്ത് നമ്മുടെ നാടായ അടിവാരത്ത് നിന്നൊരു വാർത്ത വന്നു. തൻ്റെ സ്നേഹനിധിയായ ഉമ്മയെ വെട്ടിക്കൊന്ന ശേഷം പോലീസിന് മൊഴി കൊടുത്ത ആഷിഖ് പറഞ്ഞത്, എന്നെ ജനിപ്പിച്ചതിനാണ് എൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു. ഭീതിയോടെ നമ്മൾ ആ വാർത്ത കേട്ടു. ഇന്നലകളിൽ നമ്മൾ കണ്ട ഒരു ലബനീസ് ഷോർട്ട് ഫിലിമുണ്ട്. കഫർനാം എന്നാണ് അതിൻ്റെ പേര്. കഫർനാം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൽ രക്ഷിതാവിനെ കൊലപ്പെടുത്തിയ കൊച്ചുകുട്ടിയോട് കോടതി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കൊന്നതെന്ന്. എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് നൽകിയതെന്ന കൃത്യമായ ഉത്തരം തന്നെയായിരുന്നു ആ കുട്ടിയും നൽകിയത്. പുതിയ കാലത്ത് ജനിപ്പിച്ചതിന് മാതാപിതാക്കളെ കൊല്ലാൻ മാത്രം പകപരുത്ത മനസ്സു പാകപ്പെട്ട ജൻസിയുള്ള ആൽഫയുള്ള പുതിയ കുട്ടികളുള്ളൊരു കാലത്ത് മാതാവായിരിക്കുക എന്നത്, പിതാവായിരിക്കുക എന്നത്, രക്ഷിതാവായിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ്. അങ്ങനെ ഒരു ഉമ്മയാകാൻ മനസ്സ് പാകപ്പെടുത്തുകയാണ് ആദ്യം വേണ്ടത്. പുതിയ കാലത്തിനനുസരിച്ച് നീക്കങ്ങൾ നടത്താൻ ആശയപരമായ നിങ്ങളുടെ മനസ്സിന് കരുത്തുണ്ടോ എന്നതാണ് ചോദ്യം. ഈ ആഴ്ചകളിൽ നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും അധികം ട്രെൻഡായ ഒരു സീരീസാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. ഒരു ആൽഫ ജനറേഷനിലെ കുട്ടിയുടെ സ്വഭാവ വൈകൃതങ്ങളെ, ഒരു പാരൻറ്റിങ്ങിനെയൊക്കെ പുതിയ കാലത്തേക്ക് വലിയ ചിന്തകളെ തുറന്നിടുന്ന ഒരു വെബ് സീരീസ്. ലോകത്തതുണ്ടാക്കിയ ചർച്ചകൾ വലുതാണ്. 100 മില്യണോളം ആളുകളാണ് അതിന് വ്യത്യസ്ത ഇടങ്ങളിൽ കാഴ്ചക്കാരായി വന്നത്. അത് പുതിയ കാലത്തോട് തുറന്നു വെക്കുന്ന ഒരു കാര്യമുണ്ട്. 13 വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥി തൻ്റെ സഹപ്രവർത്തകയെ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുമ്പോൾ അതിനെ അന്വേഷിച്ച് സ്കൂളിലേക്ക് കടന്നു പോകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനോട് മരണത്തിൻ്റെ കാരണം, കൊല ചെയ്യപ്പെടാനുള്ള കാരണം എങ്ങനെയും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ കൊലപാതകിയായ വിദ്യാർത്ഥിയുടെ കൂടെ പഠിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ മകൻ പറയുകയാണ്, അച്ഛാ, നിങ്ങൾ സമീപകാലത്ത് കൊല ചെയ്യപ്പെട്ട പെൺകുട്ടി കൊലയാളിയായ വിദ്യാർത്ഥിയുടെ പോസ്റ്റിനടിയിലിട്ട ഇമോജികൾ ശ്രദ്ധിച്ചിരുന്നു എന്നതാണ്. ആ പോലീസുകാരനായ അച്ഛൻ ഉത്തരം പറയുന്നു, അതിൽ മനോഹരമായ 3-4 കമൻറ്റുകളുണ്ട്. ഒരു 80s-നോ 90s-നോ കണ്ടാൽ അപ്രതീക്ഷിതമായി ഒന്നുമില്ലാത്ത, ഇതിൽ സ്നേഹം മാത്രം തുളുമ്പുന്ന കമൻറ്റുകൾ നോക്കിയിട്ട് മകനെ അതിൽ എന്താണുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആ അച്ഛനോട് മകൻ പറയുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത പലതുമുണ്ട്. ഇമോജികൾ സംസാരിക്കുന്ന കാലം, ആ ഇമോജികളിലൂടെ ആ പെൺകുട്ടി, ആ 13 വയസ്സുകാരനെ സമൂഹത്തിൽ അപമാനിച്ചതിന് കാരണമാണ് അവളെ കൊലപ്പെടുത്തിയതെന്ന് പിന്നീട് മനസ്സിലാവുകയാണ്. രക്ഷിതാക്കൾക്ക് മനസ്സിലാകാത്ത തരത്തിൽ, 90s-നും 80s-നും മനസ്സിലാകാത്ത തരത്തിലുള്ള ഇമോജികൾ സംസാരിക്കുന്ന കാലത്ത് ആശയപരമായി കരുത്തുള്ള ഉമ്മയാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ്. ആ വെബ് സീരീസിൻ്റെ അവസാനം 13 വയസ്സുകാരനായ കൊലയാളിയുടെ വിദ്യാർത്ഥിയുടെ അച്ഛൻ പറയുന്നുണ്ട്, കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. പുതിയ കാലത്ത് ഉമ്മയോട് നമ്മൾക്ക് പറഞ്ഞു വെക്കാനും അതുതന്നെയാണ്, കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ. നമ്മളറിയാത്ത പാരൽ ലോകത്തുകൂടി നമ്മുടെ കുഞ്ഞുകുട്ടി പോലും കടന്നു പോകുന്നു. ആ കുട്ടിയോട് നമ്മളൊന്ന് മനോഹരമായി സംസാരിച്ചിട്ട് എത്ര ദിവസമായി? ആ കുട്ടിയെ മനോഹരമായി ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് എത്ര സമയമായി? വ്യത്യസ്തരായ ഇൻഫ്ലുവൻസേഴ്സുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് നെറ്റ്വർക്കുകളിലേക്ക് നിങ്ങളുടെ കാലത്തു നിന്ന് വ്യത്യസ്തമായി ഇൻഫർമേഷൻ ഓവർലോഡായ ഒരു കുട്ടി, അവൻ സമൂഹത്തിൽ അപമാനിക്കപ്പെടാനും മനസ്സ് പാകപ്പെടാനും ഒക്കെ സമയമെടുക്കുന്ന കാലത്ത് ഏറ്റവും മാനസികമായ പിന്തുണ നൽകുക എന്നത് ഈ കാലത്തെ ഒരു ഉമ്മ നിർവഹിക്കേണ്ട, ഒരു രക്ഷിതാവ് നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ മാതൃകാപരമായ ഉമ്മമാരുണ്ട്, മാതൃകാപരമായ അമ്മമാരുണ്ട്. ഞാൻ ഇന്നലെ എൻ്റെ ചാറ്റ് ജി പി ടിയോടൊരു ചോദ്യം ചോദിച്ചു. ഈ ലോകത്തെ ഏറ്റവും മികച്ച അമ്മമാരുടെ ലിസ്റ്റ് തരാവോ എന്നതായിരുന്നു ചോദ്യം. മദർ തെരേസയടക്കമുള്ള 3-4 പേരുകൾ തന്ന ശേഷം ചാറ്റ് ജി പി ടി എന്നോട് പറഞ്ഞു, കൃത്യമായൊരു ഉത്തരം നൽകാൻ കഴിയാത്ത ചോദ്യമാണിത്. ഓരോരുത്തർക്കും അവരുടെ അമ്മയാണ്, അവരുടെ ഉമ്മയാണ് ഏറ്റവും പ്രധാനമെന്ന്. നമ്മളുടെയൊക്കെ ഉമ്മ പ്രധാനമാണ്. നമ്മളുടെയൊക്കെ വേദനകളുടെ പര്യായമെന്ന് പറയാൻ മാത്രം, നമ്മളുടെയൊക്കെ ആഗ്രഹങ്ങളുടെ പര്യായമെന്ന് പറയാൻ മാത്രം, നമ്മളുടെ സന്തോഷങ്ങളിൽ നമ്മളെക്കാൾ സന്തോഷിക്കുകയും നമ്മളുടെ വേദനകളിൽ നമ്മളെക്കാൾ വേദനിക്കുകയും ചെയ്യുന്ന
ഒരേ ഒരാൾ മാത്രമേ ഈ ലോകത്തുള്ളൂ, അത് മാതാവാണ്. ഈ പുതിയ കാലത്തും ആ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളെ കുട്ടിയുമായി ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ മാതൃകാ വനിതകളെ വായിച്ചാൽ, ഞാൻ ഈ സമീപകാലത്ത് വായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉമ്മയുടെ ഡയറി കുറിപ്പുണ്ട്. ആ ഡയറി കുറിപ്പിൽ ചെറിയ വാക്കുകൊണ്ട് ഒരമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിനെ ആ ഉമ്മ കോറിയിടുന്നുണ്ട്. അതിങ്ങനെയാണ്. തൻ്റെ പ്രസവിച്ച നാളിലത്തെ ഡയറി കുറിപ്പുകൾ എഴുതി വെച്ചതാണ്. നല്ല മഴയുണ്ടായിരുന്നു ചുറ്റും. അതിതീവ്രമായ മഴയിലാണ് ഞാൻ അവനെ പ്രസവിച്ച് മിനിറ്റുകൾക്കകം അവൻ മരിച്ചുപോയി. അന്നവനെ ആരൊക്കെയോ ചേർന്ന് ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച് അന്ന് രാത്രിയിലും അതിശക്തമായ മഴ പെയ്തിരുന്നു. എൻ്റെ മനസ്സ് അതിശക്തമായ വെമ്പൽ കൊണ്ടു. ഒരു നിമിഷം ആ ഖബറിങ്കൽ പോയി എൻ്റെ കുഞ്ഞുമകന് കൂടെ കിടക്കാമെന്ന്, അവൻ ഒറ്റക്കല്ലേ എന്ന ഭീതിയിൽ എൻ്റെ മനസ്സ് വിഭ്രാന്തമായി എന്ന് ഒരു എഴുതി വെക്കുന്നതാണ്. ജനിച്ച് 30 മിനിറ്റ് മാത്രം ബന്ധമുള്ള ഒരു കുട്ടിയോട് ഒരു ഉമ്മയുടെ ബന്ധം പ്രകടിപ്പിക്കുന്നതാണ് ആ ഒരു എഴുത്തായി എനിക്ക് തോന്നിയത്. അത്രമേൽ അഗാധമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ. ലോക ചരിത്രത്തിൽ നിങ്ങൾക്ക് മനോഹരമായ മറ്റൊരു ഉമ്മയെ കാണാം. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന, ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ ബ്രിട്ടീഷുകാരൻ്റെ പട്ടാളത്തോക്കിന് മുന്നിലേക്ക് പോയ മുഹമ്മദ് അലി ജൗഹറിൻ്റെ ഉമ്മയാണ്. മുഹമ്മദ് അലി ജൗഹറിൻ്റെ ഉമ്മ മകൻ യൂറോപ്പിലേക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത്, ലണ്ടനിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലേക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് 3 ഉപദേശങ്ങൾ കൊടുക്കുന്നതിൽ മൂന്നാമത്തത് ഇങ്ങനെയാണ്: മകനെ, നീ പഠിക്കാൻ പോകുന്നത് ലോകത്തിലെ ഉന്നതമായ സർവകലാശാലയിലേക്കാണ്. നീണ്ട മാസങ്ങൾ, നീണ്ട വർഷങ്ങൾ നമ്മൾക്ക് കാണാതെ ഇരിക്കേണ്ടി വരും. അങ്ങനെ കാണാതിരിക്കുന്ന സമയത്ത് നിനക്ക് ഉമ്മയെ കാണണമെന്ന് തോന്നിയാൽ, നിനക്ക് ഉമ്മയുടെ സാമീപ്യം ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ, ഞാൻ നിനക്കൊരു തൂവാല സമ്മാനമായി തരാം. ഈ തൂവാലയെ നീ നിൻ്റെ മുഖത്തോട് ചേർത്ത് ഗന്ധം വമിക്കുക. കുഞ്ഞായ നിന്നെ വളർത്തുന്നതിനിടയിൽ ഈ ബീഗം ഒരുപാട് വീടുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഈ ബീഗം ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്. ആ കഷ്ടതയുടെ കണ്ണുനീർ തുള്ളികൾ തുടച്ചെടുത്ത തൂവാലയാണ്. നീ ഗന്ധം നിൻ്റെ മൂക്കിനോട് ചേർത്ത് വമിച്ചാൽ നിനക്ക് ഉമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെടുമെന്നാണ്. ഒരു ഉമ്മയും മകനും തമ്മിലുള്ള ഏറ്റവും മനോഹരമായ ദൃഢമായ ബന്ധത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇമോജികൾ സംസാരിക്കുന്ന ഈ കാലത്ത് ജനറേഷൻ ആൽഫയും ജെൻസിയും ഇൻഫർമേഷൻ ഓവർലോഡഡായ ഒരു കാലത്ത് നമ്മൾ ഏറ്റവും മനോഹരമായി തിരിച്ചു പിടിക്കേണ്ടത് ഉമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധമാണ്. ആ ആത്മബന്ധത്തിന് മനോഹരമായി സംസാരിക്കൂ. അഡോളസൻസ് പറഞ്ഞ പോലെ, അവസാനത്തിൽ ആ അമ്മ പറഞ്ഞ പോലെ, കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എന്ന് സ്വയം നാളെയിലേക്ക് തോന്നാതിരിക്കാൻ ഇന്ന് തന്നെ നന്നായി ശ്രദ്ധിക്കുന്നവരാകൂ. അവർക്ക് സമയം ചെലവഴിക്കുന്നവരാകൂ. നമ്മളും സ്മാർട്ട് ഫോണിൽ തലകുനിച്ചിരിക്കാതെ പരസ്പരം മുഖാമുഖം സംസാരിച്ച് ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്നവരായാൽ ഈ സമൂഹത്തിൻ്റെ എല്ലാ തിന്മകളോടും നമുക്ക് തിരുത്തു പറയാം. ഏറ്റവും നല്ല അമ്മമാരുണ്ടാവട്ടെ, ഏറ്റവും നല്ല സമൂഹമുണ്ടാവട്ടെ, ഏറ്റവും നല്ല രക്ഷിതാക്കളുണ്ടാവട്ടെ. അൺസ്ക്രിപ്റ്റഡ് സ്റ്റോറിയുമായി കാണാം. ഗുഡ് ബൈ.